ഈ പുഴയും കടന്ന് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ് ജയബാലനും വിശാലും ചേർന്ന്. ഗുണ്ടകളോട് ചോദിക്കും, എന്തിനാ എന്നെ തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഇത് കെട്ടയച്ചിട്ട് എന്നോട് സംസാരിക്കടാ എന്ന് പറയണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് വിശാല് വരുന്നുണ്ട്. ഇത് ചോദിക്കും, എന്തിനാടാ എന്നെ തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? ആ സമയത്ത് വിശാല് പറയും, പേടിക്കേണ്ട നിവിനേട്ടാ, ഒരാവശ്യമുണ്ട്, അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടത്തിയെടുക്കും. നിവിന് ചോദിക്കും, എന്തിനാടാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നല്ലതുപോലെ ഇവിടെ ഇരിക്കുന്നതായിരിക്കും നിവിനേട്ടന് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിവിനേട്ടൻ എന്ന് തരുന്ന ആ ബഹുമാനം ഞാൻ അങ്ങ് മാറ്റിവെക്കും. നിവിൻ ചോദിക്കും, എന്തിനാടാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നീയും നിന്റെ അച്ഛനെ പോലെ ഗുണ്ടായിസം കാണിക്കുകയാണോ? കോളേജിൽ പഠിക്കേണ്ട പ്രായത്ത് നിങ്ങൾ കാരണം എൻ്റെ ചേച്ചി എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയോ? എന്തിനാടാ അത് ഞാൻ നോക്കുന്നത് എന്ന് ദേഷ്യത്തോടു കൂടി വിനീത് പറയുകയാണ്. ആ സമയത്ത് വിശാല് പറയും, മിണ്ടാതെ നിൽക്കടാ എന്ന്. ആ സമയത്ത് വിനീത് പറയും, എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയല്ലേ നിന്റെയും നിന്റെ അച്ഛൻ്റെയും ജോലി. ആ സമയത്ത് വിശാലിന്റെ ഫോണിലോട്ട് ജയബാലൻ വിളിക്കും. ജയബാലൻ ചോദിക്കും, എന്താടാ അവൻ പറയുന്നത് എന്ന്. ആ സമയത്ത് വിശാല് പറയും, എന്തൊക്കെയോ പറയുന്നുണ്ട്, അയച്ചു വിടാൻ. ജയബാലൻ പറയും, വീഡിയോ കോൾ ചെയ്യടാ. ജയബാലൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ദേഷ്യത്തോടു കൂടി നിവിൻ പറയും, എടാ ജയബാല, എന്നെ എന്തിനാടാ ഇങ്ങനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കും. ആ സമയത്ത് വിശാല് നിവിനോട് പറയും, ആരെടാ ആ ഫോൺ വിളിക്കുന്നത് നിനക്കറിയില്ലേ? അത് എൻ്റെ അച്ഛൻ, നിൻ്റെ അമ്മാവൻ, എന്നിട്ട് നീ പേരെടുത്തിട്ടാണോടാ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വിശാല് നിവിൻ്റെ കരണം ഒന്ന് കൊടുക്കും. നിവിൻ ചോദിക്കും, എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ആ സമയത്ത് വിശാല് ജയബാലനോട് പറയും, ഇത് കാറിൽ ഇരുന്നു കൊണ്ട് പറച്ചിൽ തുടങ്ങിയിട്ട് കുറെ സമയമായി, അവൻ്റെ വിചാരം നമ്മൾ അവനെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന്. ജയബാലൻ പറയും, അവനെ അങ്ങനെ ഉപദ്രവിക്കല്ലടാ, അവന് നമ്മളുടെ മരുമകനല്ലേ. വിശാല് നിവിൻ്റെ മുടി കയറി പിടിച്ചുകൊണ്ട് വലിക്കും. ആ സമയത്ത് നിവിൻ പറയും, ഞാൻ എല്ലാവരെയും കൊന്നു കളയുമെന്ന്. ആ സമയത്ത് വിശാല് ചോദിക്കും, നീ എല്ലാവരെയും കൊന്നു കളയുമെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നിവിനെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ജയബാലൻ പറയും, എടാ അവനെ വിടടാ. ജയബാലൻ പറയും, നിനക്ക് ആ വീട്ടിൽ നിന്നും പോകണം എന്നുണ്ടെങ്കിൽ മിണ്ടാതെ അവിടെ നിൽക്ക്, ഇല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ നിന്നെ കെട്ടിയിടും. നിവിൻ പറയും, എന്തിനാ എന്നെ കെട്ടി വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ആ കാര്യം പറയേ എന്ന് പറയാണ്. ആ സമയത്ത് ജയബാലൻ പറയും, അതെല്ലാം ആവശ്യമുണ്ട്, ഇത് ഞാൻ സമയമാവുമ്പോൾ പറയും, അതുവരെ നീ മിണ്ടാതെ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കാൻ നോക്ക്. നിവിൻ ദേഷ്യത്തോടു കൂടി പറയും, ജയബാല പറയേ എന്ന്. ആ സമയത്ത് ജയബാലൻ പറയും, എല്ലാം ഞാൻ പറയും, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് ജീവനോടെ ആ വീട്ടിൽ നിന്നും പോകാം. വിശാലും ഗുണ്ടകളും ചേർന്നുകൊണ്ട് നിവിൻ്റെ കൈയും കാലും എല്ലാം കെട്ടിയിട്ട് ഉപദ്രവിക്കും. സമയത്ത് നിവിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, പക്ഷെ നിവിന് അതിന് സാധിക്കില്ല. വിശാൽ നിവിനോട് ചോദിക്കും, നീ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിശാല് നിവിനെ അടിക്കും. വിശാലും ഗുണ്ടകളും ചേർന്ന് നിവിനെ ഒരു കസാരയിൽ കെട്ടിയിടും. ആ സമയത്ത് നിവിൻ പറയും, ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാ, ഇങ്ങനെ കെട്ടിയിട്ടിട്ടല്ലടാ ഉപദ്രവിക്കുന്നത്. വിശാല് ഒരു കവർ നിവിന് കൊടുക്കും. എന്നിട്ട് വിശാല് പറയും, ഈ ഡ്രസ്സ് പോയി ധരിച്ചിട്ട് വാടാ എന്ന്. ആ സമയത്ത് നിവിൻ ചോദിക്കും, എന്തിനാടാ ഞാൻ ഇതൊക്കെ ധരിക്കേണ്ടത്? നിവിൻ വിശാലിനോട് പറയും, എവിടെയാടാ നിന്റെ അച്ഛന്? ഫോണിലൂടെ അല്ലടാ സംസാരിക്കേണ്ടത്, നേരിട്ട് വന്ന് സംസാരിക്കാൻ പറയും. സമയത്ത് അങ്ങോട്ടേക്ക് കല്യാണ വേഷത്തിലെ രാഗിണി വരും. രാഗിണി വിശാലിനോട് ചോദിക്കും, എടാ എൻ്റെ മാപ്പിള ഇതുവരെ റെഡി ആയില്ലേ ചോദിച്ചുകൊണ്ട് നിവിനെ ഇങ്ങനെ തൊടുകയാണ് രാഗിണി. ആ സമയത്ത് രാഗിണിയുടെ കൈ തട്ടി മാറ്റും നിവിൻ. നിവിനേട്ടന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നിവിനേട്ടന് എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ആ സമയത്ത് വിശാലിൻ്റെ ഫോണിലോട്ട് ജയബാലൻ അടിക്കും. അങ്ങനെ ജയബാലൻ ചോദിക്കും, എന്തായടാ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ്. വീഡിയോ കോളിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് ജയബാലൻ വീഡിയോ കോൾ ചെയ്യണേ. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി നിവിൻ പറയും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ടേക്ക് വാ, ദൂരെ നിന്നിട്ടല്ലടാ സംസാരിക്കേണ്ടത് എന്ന് പറയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.